പുട്ടിലേക്ക് ഇങ്ങനെ ബീഫ് കറി ഒഴിച്ച് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? എനിക്കിന്ന് പുട്ടും മുട്ടയും റോബസ്റ്റയും ബീഫ് കറിയും 2 ഗ്ലാസ് കട്ടനും കൊഞ്ച് റോസ്റ്റും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി ഇഡ്ഡലിയും ചമ്മന്തിയുമായിരുന്നു. പുട്ടിലേക്കെല്ലാം തട്ടിയതിന് ശേഷം എല്ലാം ഉണ്ടോയെന്ന് ക്രോസ്റ്റിക്കും കൂടെ ചെയ്തതിന് ശേഷം തട്ടാൻ തുടങ്ങുക. അവർക്ക് പുട്ടൊട്ടും ഇഷ്ടമല്ല. എല്ലാ ദിവസവും പുട്ട് കഴിച്ച് ബ്രെയിൻ വരെ ഫ്രീസായി പോയി എന്നായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പരാതി പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇങ്ങനെ ചൂട് കട്ടനും കഴിക്കണം, ഇടയ്ക്ക് കൊഞ്ച് റോസ്റ്റും. കട്ടനും കൊഞ്ച് റോസ്റ്റും ഇതെന്തോ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ല. ഉള്ളാക്കിയല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതിലിടാൻ കണ്ടൻസേഷൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് അയച്ചത് തന്നെ ഫുഡ് ഉണ്ടാക്കി തിന്നുന്നത് ഇടാനെന്നാണ്. ഇത് അത്ര വലുതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് മണ്ണപ്പം ചുട്ട് കളിക്കാൻ നേരത്തും ശമ്പളം കുറവാണെങ്കിൽ ഹെൽപ്പറായിട്ട് നിന്നാൽ മതിയെന്ന് കരുതിയിരുന്ന എന്നോടോ. അത് ഒലപിച്ച 4 പേരുണ്ടെങ്കിൽ പുറേശത്തുനിന്ന് ഒന്നാമത്. ഇത്രയൊക്കെ ഇന്ന് രാത്രിയിൽ ഒരു ഇച്ചിരി കൊത്തിപ്പറക്കി തിന്നോളൂ. ഇച്ചിരി ഉണ്ടായിരുന്ന പുട്ടും ഒതുക്കി പ്ലേറ്റും കാലിയാക്കി. അത്രയും കഴിച്ച് എഴുന്നേക്കാന്ന് വിചാരിച്ചെങ്കിലും ഇഡലിയുടെ ഇന്നത്തെ ടേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ദിവസം ഇല്ലാത്ത ടേസ്റ്റ് ഇന്ന്. പിന്നെ ഒരെണ്ണത്തിന്റെ പകുതിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഉമ്മണിക്കയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് പിന്നെ ഒരു ഉമ്മണിക്കയും കൂടെ എടുത്തു. പിന്നെ ഒരു ഉമ്മണിക്കയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ആകെ ഒരു ഇത്രയും കൂടെ ഉള്ളായിരുന്നു, അതങ്ങ് കഴിച്ചു. പിന്നൊന്നുമില്ലായിരുന്നു, ബാലൻസ് ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് കട്ടനും കൂടെ കുടിച്ചു, അത്രയേ ഉള്ളൂ.